മഹാരാഷ്ട്രയിലും ദേശീയ തലത്തിലും ബിജെപിയുടെ കരുത്തുറ്റ യുവമുഖമാണ് വീണ്ടും മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്ന ദേവേന്ദ്ര ഫട്നാവിസ്. യുവമോർച്ചയുടെ വാർഡ് പ്രസിഡന്റ് മുതൽ മുഖ്യമന്ത്രി വരെയുള്ള ഫട്നാവിസിന്റെ രാഷ്ട്രീയ യാത്ര മഹാരാഷ്ട്രയിൽ ബിജെപിയുടെ അടിത്തറ കെട്ടിപ്പടുത്തുകൊണ്ടായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി നേതൃത്വം നൽകിയ മഹായുതിയുടെ ചുക്കാൻ പിടിച്ചതും ദേവേന്ദ്ര ഫട്നാവിസ് തന്നെയാണ്. ഛത്രപതി ശിവജി മഹാരാജിന്റെ മണ്ണിൽ ബി.ജെ.പി. സഖ്യത്തിന്റെ ചരിത്ര വിജയത്തിന് നേതൃത്വം നൽകിയ ദേവേന്ദ്ര ഫട്നാവിസ് തന്നെയാണ് മുഖ്യമന്ത്രി കസേരയിലെത്തുന്നത്. 1970 നാഗ്പൂരിൽ മുൻ എം.എൽ.എ. ആയിരുന്ന ഗംഗാധർ ഫട്നാവിസിന്റെയും സരിതയുടെയും മകനായാണ് ഫട്നാവിസിന്റെ ജനനം. നാഗ്പൂർ ഗവൺമെന്റ് ലോ കോളേജിൽ നിന്ന് നിയമബിരുദവും ജർമ്മനിയിലെ ബെർലിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കിയ അദ്ദേഹം പഠനകാലത്ത് ABVP-യിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായി. യുവമോർച്ചയുടെ വാർഡ് പ്രസിഡന്റിൽ തുടങ്ങി യുവമോർച്ച നാഗ്പൂർ ജില്ലാ പ്രസിഡന്റ്, 2001 യുവമോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ്, ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി, ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് തുടങ്ങിയ ചുമതലകൾ വഹിച്ചു. 1997 നാഗ്പൂർ നഗരസഭാ മേയറായി ചുമതലയേൽക്കുമ്പോൾ അന്ന് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായിരുന്നു ദേവേന്ദ്ര ഫട്നാവിസ്. 2014 ആദ്യമായി മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ ബി.ജെ.പിക്ക് അവസരം ലഭിച്ചപ്പോൾ 1999 മുതൽ നിയമസഭാംഗമായ ദേവേന്ദ്ര ഫട്നാവിസിനപ്പുറത്തേക്കൊരു പേര് നേതൃത്വത്തിന് മുൻപിലില്ലായിരുന്നു. 2019 ജനങ്ങൾ വോട്ടിലൂടെ തുടർഭരണം നൽകിയെങ്കിലും ശിവസേന കോൺഗ്രസിനൊപ്പം ചേർന്ന് ജനവിധി അട്ടിമറിച്ചതോടെ പ്രതിപക്ഷ നേതാവെന്ന നിലയിലും ഫട്നാവിസ് പ്രവർത്തിച്ചു. പ്രതിപക്ഷ നേതാവായിരിക്കെ നിയമസഭയിൽ തിരിച്ചുവരവിനെ കുറിച്ച് അദ്ദേഹം നടത്തിയ പ്രസംഗം ഏറെ ശ്രദ്ധേയമായിരുന്നു. मेरे किनारे पर घर मत बसा लेना, मेरा पानी उतरता देख मेरे किनारे पर घर मत बसा लेना, मैं समंदर हूं लौट कर वापस आऊंगा. സാധാരണ പ്രവർത്തകരിൽ നിന്ന് മുഖ്യമന്ത്രി പദം വരെയുള്ള ഫട്നാവിസിന്റെ യാത്ര മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന്റെ ഉറച്ച കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തിയും ബി.ജെ.പിയുടെ അടിത്തറ ശക്തമാക്കിക്കൊണ്ടുമായിരുന്നു. രാഷ്ട്രീയത്തിനപ്പുറം നാഗ്പൂരിലെ RSS ശാഖയിലൂടെ വളർന്നുവന്ന അച്ചടക്കമുള്ള സ്വയം സേവകനെ തന്നെയാണ് ബി.ജെ.പി. നേതൃത്വം വീണ്ടും മഹാരാഷ്ട്രയുടെ ഭരണചക്രം ഏൽപ്പിക്കുന്നത്. ജനം, ഡൽഹി.